ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ആമസോണിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ സെല്ലർ സെൻറ്ററിലേക്ക് പോവുക. ഇതേപോലെ സെല്ലർ സെൻറ്റർ ഉണ്ട്, അതിൽ പോവുക. അതിൽ നമ്മൾ ഹാൻഡ്ബാഗ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാറ്റലോഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് താഴോട്ട് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ആഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആഡിങ് എ പ്രോഡക്റ്റ് നോട്ട് സോൾഡ് ഓൺ ആമസോൺ എന്നുള്ളതിലാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പണായിട്ട് വരുന്നൊരു ഇൻ്റർഫേസ് ഇതുപോലെയായിരിക്കും. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഐറ്റം നെയിമാണ്. ഐറ്റം നെയിം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, പ്രൊഡക്റ്റിൻ്റെ നെയിമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ വാട്ടർ ബോട്ടിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ ടൈറ്റിലുണ്ടല്ലോ, ഇതാണ് ആക്ച്വലി നമ്മൾ ഐറ്റം നെയിമായിട്ട് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഈ നെയിം ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ ഐറ്റം നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് വാട്ടർ ബോട്ടിൽ നിന്ന് മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി, അതായത് പ്രൊഡക്റ്റ് ടൈപ്പ്, അതായത് പ്രൊഡക്റ്റ് കാറ്റഗറി ചൂസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാറ്റഗറി ചൂസ് ചെയ്യാം. അതിന് ഞാനിവിടെ വാട്ടർ ബോട്ടിൽ നിന്ന് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ആമസോൺ തന്നെ വാട്ടർ ബോട്ടിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന 2 കാറ്റഗറീസ് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പോകുന്നത് ഫസ്റ്റ് കാറ്റഗറി ഞാൻ ചൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാറ്റഗറി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇവിടെ നിങ്ങൾ ആ കാറ്റഗറി ചൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കാറ്റഗറി വാട്ടർ ബോട്ടിൽസിൻ്റെ ഒരു കാറ്റഗറി ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ വേരിയേഷൻസ് ഒന്ന് ഇത് ചോദിച്ചാൽ വേറൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു വാട്ടർ ബോട്ടിൽ വെക്കുന്നുണ്ട്, ആ വാട്ടർ ബോട്ടിന് 1 ലിറ്ററിൻ്റെ ഉണ്ട്, 500 ലിറ്ററിൻ്റെ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ലിസ്റ്റിങ്സ്, ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വേരിയൻസ് യെസ് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നോ തന്നെ കൊടുത്താൽ മതി. ഓക്കെ, അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് നെയിം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് നെയിം ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡ് നെയിമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ജനറിക് എന്നൊരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, അതിനുശേഷം ചെയ്യേണ്ടത് പ്രോഡക്റ്റ് ഐ ഡി. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഓരോ കാറ്റഗറിക്കും നമുക്ക് GTN എക്സെപ്ഷൻ എടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് UPI ഐഡിയോ അങ്ങനെ ഉള്ള ലൈക്ക് ബാർകോഡോ അങ്ങനെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറിക്കൽ സെല് ചെയ്യാനായിട്ട് GTN എക്സെപ്ഷൻ എടുക്കണം. GTN എക്സെപ്ഷൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇത് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് ഐ ഡി ഇപ്പോൾ നമ്മൾ ജനറിക്കലാണ് സെല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GTN എക്സെപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ ഐ ഡു നോട്ട് ഹാവ് എ പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറഞ്ഞൊരു കോളമുണ്ട്, അത് നമ്മളിവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പോകുന്ന ഒരു ഇൻ്റർഫേസ് ഇതുപോലെയാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആമസോണിൽ നമ്മൾ താഴോട്ട് ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ട് തന്നെ താഴോട്ട് പോകുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കാണാൻ പറ്റും, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവർ ആഡ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് ഇതുപോലെയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2000 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് കണ്ടൻറ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു കണ്ടൻറ്റ് കീവേഡൊക്കെ ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ്. ബുള്ളറ്റ് പോയിൻറ്റ്സ് മിനിമം 5 ബുള്ളറ്റ് പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ ആഡ് ചെയ്യണം. ബുള്ളറ്റ് പോയിൻറ്റ്സ് വരുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ആമസോണിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇതുപോലെയാണ് ആമസോണിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഓരോരോ പോയിൻറ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളിവിടെ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് 2 ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു പോയിൻറ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തു. പിന്നെ ആഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേറൊരെണ്ണം ആഡ് ചെയ്യുക. നിങ്ങളിതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ പ്രൊഡക്റ്റിന് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത് വേണം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിടുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് മാൻഡറ്ററി ആണ്. ഈ സ്റ്റാറായിട്ട് കൊടുക്കുന്നുള്ള ഏരിയാസ് എല്ലാം മാൻഡറ്ററി ആണ്. നിങ്ങൾ കമ്പൽസറി ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് പോകുന്നത് നമ്മൾ ഇമേജിലേക്കാണ്. അപ്പോൾ ഇമേജിൽ നമുക്കിവിടെ 1, 2 നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 9 ഇമേജ് വരെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റത്തെ മെയിൻ ഇമേജാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. മെയിൻ ഇമേജിൽ നമ്മളെപ്പോഴും മെയിനായിട്ട് നമ്മൾ ഏത് ഇമേജാണോ കൊടുക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക.
അതിവിടെ ഓപ്പൺ ചെയ്യാം മെയിൻ ഇമേജായിട്ട്. ഓക്കെ, അപ്പോൾ അതിവിടെ നമുക്കൊരു മെയിൻ ഇമേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഇമേജസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ മെയിൻ ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഇമേജ് ആയിരിക്കും ഫസ്റ്റ് ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നത്. കണ്ടോ, ഇതേപോലത്തെ ഇമേജസ് ആണ് ആക്ച്വലി മെയിൻ ഇമേജസ്. നമ്മൾ ആദ്യം മെയിൻ ഇമേജിൽ ഏത് ഇമേജാണോ കൊടുക്കുന്നത് ആ ഇമേജ് ആയിരിക്കും ഡിസ്പ്ലേയിൽ വരുന്നത് ആമസോണിൽ നമ്മളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, ബാക്കിയുള്ള ഇമേജ് നമുക്ക് ഇതേപോലെ അകത്തായിരിക്കും വരുന്നത്, പ്രൊഡക്റ്റിനകത്തായിട്ടായിരിക്കും ബാക്കിയുള്ള ഇമേജസ് നമുക്ക് വരുന്നത്, കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെയിൻ ഇമേജ് കൊടുക്കുക, അതിനുശേഷം സബ് ഇമേജസ് അതിൻ്റെ കീഴിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന പേജിലേക്ക് പോവുക. ഇവിടെ നമ്മൾ സ്റ്റൈൽ നമ്പർ കൊടുക്കുക. സ്റ്റൈൽ നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും റാൻഡമായിട്ട് ഏതെങ്കിലും നമ്പർ കൊടുത്താൽ മതി, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എന്തെങ്കിലുമൊക്കെ നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മാൻഡറി ആണ്, അതുകൊണ്ട് നിങ്ങളവിടെ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഐറ്റം ഡയമെൻഷനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻ നിങ്ങൾ മസ്റ്റായിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡയമെൻഷൻ നിങ്ങൾ കൊടുത്തിരിക്കണം, അത് കമ്പൽസറി ആണ്. അത് ജസ്റ്റ് ഞാൻ ഇവിടെ റാൻഡമായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ യൂണിറ്റ് കൗണ്ട്, എത്ര യൂണിറ്റാണ് യൂണിറ്റാണ് നമ്മൾ വിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ 1 കൊടുത്തു, 1 യൂണിറ്റാണ് വിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ പാക്ക് ഓഫ് 2 ആണെങ്കിൽ 2 കൊടുക്കുക, പാക്ക് ഓഫ് 3 ആണെങ്കിൽ 3 എന്ന് കൊടുക്കുക. ഓക്കെ, എത്ര യൂണിറ്റ് ഉണ്ടോ അത്ര യൂണിറ്റിൻ്റെ കൗണ്ട് അവിടെ കൊടുക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ യൂണിറ്റ് ആണല്ലോ നമ്മളവിടെ കൊടുത്തത് മുകളിൽ, അപ്പോൾ നമ്മളിവിടെ യൂണിറ്റ് ചൂസ് ചെയ്യാം. യൂണിറ്റ് കൗണ്ട് അല്ലേ, സോറി, നമ്മൾ യൂണിറ്റ് കൗണ്ടാണല്ലോ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ കൗണ്ട് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കൗണ്ടാണ്, ഒരു യൂണിറ്റാണ് നമ്മളിവിടെ വിൽക്കുന്നത്. ഓക്കെ, പിന്നെ മോഡൽ നെയിം നമ്മൾ എന്തെങ്കിലും റാൻഡമായിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ മോഡേൺ എന്നാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിൽ ആയതുകൊണ്ട് അതിൻ്റെ കപ്പാസിറ്റി ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ 1000 ml ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പ്രൊഡക്റ്റിനകത്ത് എന്തൊക്കെ കമ്പോണൻ്റാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വാട്ടർ ബോട്ടിൽ എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ മെറ്റീരിയൽ ടൈപ്പ് ഏതാണെന്നാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പ്ലാസ്റ്റിക് കൊടുത്തു. നമ്പർ ഓഫ് ബോക്സസ്, അതായത് എത്ര ബോക്സസിനകത്താണ് പാക്കിംഗ് ബോക്സിലാണ് ഈ പ്രൊഡക്റ്റ് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് വെക്കുന്ന ബോക്സ് ഇപ്പോൾ 2 or 3 ബോക്സൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 സെപ്പറേറ്റ് ബോക്സിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ 2 കൊടുക്കുക. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു ബോക്സിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര ബോക്സാണ് നിങ്ങൾ വെക്കുന്ന ആ ബോക്സിൻ്റെ കൗണ്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ബോക്സിലാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, അപ്പോൾ ആ ഒരു ബോക്സ് ഒന്നും ഇവിടെ കൊടുക്കുക. ഇത്ര നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ഇത്ര മാൻഡറി ആണ്, ഇത്ര ആഡ് ചെയ്യുക. അതിനുശേഷം ഓഫർ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് യുവർ പ്രൈസ്, നമ്മൾ എത്ര രൂപയ്ക്കാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത് 999 കൊടുക്കുകയാണ്. ഇവിടെ ഒരു ലിസ്റ്റ് പ്രൈസ് പറയുന്നുണ്ട്. ലിസ്റ്റ് പ്രൈസ് വേറൊന്നുമല്ല, നമ്മുടെ MRP ആണ്. MRP ഞാൻ 2000 രൂപ വെക്കാം. ഓക്കെ, പിന്നെ ക്വാണ്ടിറ്റി ഞാനിപ്പോൾ ഒരു ക്വാണ്ടിറ്റി കൊടുക്കുകയാണ്. പിന്നെ ഐറ്റം കണ്ടീഷൻ എപ്പോഴും ന്യൂ തന്നെ ആയിരിക്കണം. പിന്നെ ചെയ്യേണ്ടത് കൺട്രി, ഏത് കൺട്രിയാണോ അത്, നമ്മളിപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, വേറെ ആണെങ്കിൽ വേറെ, അത് ചൂസ് ചെയ്യുക. പിന്നെ HSN കോഡ്, ഈ കോഡ് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി നമ്മളിപ്പോൾ ബൾക്കായിട്ട് ഒരു ആളുടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു മാനുഫാക്ചറിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു ഇൻവോയ്സ് തരുമല്ലോ. ആ ഒരു ഇൻവോയ്സിൽ HSN നമ്പർ എന്ന് പറഞ്ഞ നമ്പർ നമുക്കവിടെ കിട്ടും. ആ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് റാൻഡമായിട്ട് കൊടുക്കുകയാണ് ഒരു നമ്പർ. ഓക്കെ, പിന്നെ ഇവിടെ ചോദിക്കുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതായത് വീണ്ടും MRP, അത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ 2000 രൂപ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഐ വിൽ ഷിപ്പ് ഇറ്റ് മൈസെൽഫ് എന്നുള്ളത്, ആമസോൺ വിൽ ഷിപ്പ് ആൻഡ് പ്രൊവൈഡ് കസ്റ്റമർ സർവീസ് എന്നുള്ളതാണ്. അതായത് ഇത് അതായത് സെൽഫ് ഷിപ്പോ അല്ലെങ്കിൽ ഈസി ഷിപ്പോ, അതായത് നമ്മുടെ വീട്ടിൽ പ്രൊഡക്റ്റ് വെച്ചിട്ട് സെല് ചെയ്യുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് നമ്മൾ ആമസോണിൻ്റെ വെയർ ഹൗസിൽ പ്രൊഡക്റ്റ് അയച്ചിട്ട് അവിടെ നിന്ന് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിനാണ് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനിൽ വരുമ്പോൾ നമ്മൾ ആമസോൺ FBAയിലൊക്കെ അത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിംഗ് ഇവിടെ ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ സബ്മിറ്റിംഗ് എ ലിസ്റ്റിംഗ്, ഇഫ് അപ്രൂവ് ചേഞ്ചസ് വിൽ റിഫ്ലക്ട് വിത്തിൻ 24 hours എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡണ്ണ് കൊടുക്കുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ അപ്ഡേറ്റ് വരും. യുവർ അപ്ഡേറ്റ് ഹാവ് ബീൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് വരും. ഇത് ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ഒരു 24 hours ശേഷം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്യാനായിട്ട് അവൈലബിളായിട്ട് വരും. ആമസോണിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിളായിട്ട് വരും. എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ക്വാളിറ്റി ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും.
ആക്റ്റീവ് ഇന്നാക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത് ആമസോണിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് സർവീസ് അവൈലബിൾ വേണമെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, എന്തെങ്കിലും കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുണ്ടെങ്കിലോ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.